ഹോഡോ ഫിഡിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ആനമലൈ ടൈഗർ റിസർവിലെ അമ്പൂളി ഇല്ലം എന്ന് പറയുന്ന ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മളവിടെ പോയിട്ട് നമുക്കവിടെ സ്റ്റേ ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ തിരിച്ച് ശിരുവാണിലോട്ട് പോയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കവിടെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വഴിയെ പറയാം. പക്ഷെ നമ്മളിപ്പോൾ പോണതിന് മുൻപായിട്ട് നമ്മൾ തൃശ്ശൂർ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. പോണ വഴിക്ക് കാണാൻ പറ്റിയ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ടു ഹോഡോ ഫിഡീസ്. അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 6-7 മണിയോട് കൂടെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് നമ്മുടെ ഒരു മണ്ണൂത്തി കുതിരാൻ റൂട്ട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കൊരു സൺറൈസ് ഒക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ സൺറൈസും കണ്ട് പിന്നീട് നമ്മളൊരു കുതിരാൻ തുരങ്കം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ വഴിക്ക് ഫുൾ ഫോഗായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് ഫോഗ് കാണാൻ വേണ്ടിയിട്ട് ഹിൽ സ്റ്റേഷനൊന്നും പോകുന്നും വേണ്ട. ഈ ഒരു കുതിരാൻ്റെ അവിടെ രാവിലെ തന്നെ നല്ല ഫുൾ ഫോഗായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ കഴിക്കാം എന്നുള്ള പ്ലാനിലിരുന്നപ്പോഴാണ് നമ്മുടെ ജൂട്ടൻ പറഞ്ഞേ നമ്മുടെ കരിപ്പോട് റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ ഒരു ഇതുപോലൊരു കുഞ്ഞു ഹോട്ടലുണ്ട്. അവിടെ നല്ല ഇഡ്ഡലിയും ചമ്മന്തിയും ചട്നിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ കയറി. ഇവിടെ ഇഡ്ഡലി നൂലപ്പം മാത്രമാണ് അവൈലബിൾ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ കയറി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, നല്ലൊരു ആംബിയൻസും നല്ല ടേസ്റ്റും ആയിരുന്നു. പൈസ ലാഭമല്ല, പൈസയും നല്ല നമുക്കൊരു വലിയ കടയിൽ കയറിനേക്കാളും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. നല്ല സെറ്റ് ഫുഡായിരുന്നു കേട്ടോ. അവരുടെ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നൈസ് ഇഡ്ഡലി. അവിടെ ഇഡ്ഡലിയും നൂലപ്പം മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ രണ്ടും നല്ല സെറ്റ്. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു ഗൈസ്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ ഇതുപോലെ കുറേ പാടങ്ങളൊക്കെ ഓൺ ദ റൂട്ടിൽ കാണാൻ പറ്റിയായിരുന്നു. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടായിരുന്നു ആ ഒരു പോണ റൂട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ റൂട്ടിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് റൈറ്റിലോട്ടൊരു ടേർണിങ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടേർണിംഗ് ആണ് നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ടേർണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടേണിങ് എടുത്ത് നമുക്കവിടെ ബോർഡ് കാണാൻ പറ്റും. മുതലമട റെയിൽവേ സ്റ്റേഷൻ ഇത് എഴുതിയിട്ടുണ്ട്. വണ്ടി പെട്ടെന്ന് ഫാസ്റ്റ് പോയാറുണ്ടെങ്കിൽ അങ്ങനെ അധികം ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് ഉൾവഴി കൂടെയൊക്കെ പോയി ഈ ഒരു ഇങ്ങനെ ഒരു കുഞ്ഞു വഴിയാണ് കേട്ടോ നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. എനിക്ക് കുഞ്ഞൊരു റോഡ്, നമുക്കിവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നത്തില്ല. അങ്ങനൊരു വഴിയായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു മുതലമട റെയിൽവേ സ്റ്റേഷൻ എത്തി. അങ്ങനെ ഇറങ്ങിയ വഴിക്ക് തന്നെ നമ്മളൊരു പട്ടിക്കുട്ടിനെ കണ്ട് പിന്നെ നമ്മൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. നമ്മളങ്ങനെ ഓൺ ദ വേയിൽ നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണാൻ ഇറങ്ങി കേട്ടോ. നമ്മുടെ മലയാളം സിനിമയായ വെട്ടം, ആ ഒരു സിനിമയോട് കൂടിയിട്ടാണ് ഇതൊരു ഓൾമോസ്റ്റ് ഫേമസ് ആയത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ കണ്ടില്ലേ എൻ്റെ ബാക്കിൽ ഫുൾ ഈ വലിയ പേരാൽ വിത്ത് ആ ഒരു വള്ളി, അങ്ങനെയുള്ളൊരു അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട്. മഴ സമയം കൂടെ ആകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്റ്റേഷൻ കാണുന്നത്. അപ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ പ്രത്യേകം ടൂറിസ്റ്റുകൾ വള്ളി തൂങ്ങാണ്ടൊക്കെ ശ്രദ്ധിക്കുക. അത് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഒരിടനെ ഇതൊരു ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ വന്ന് ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എലൗഡ് ആക്കാണ്ടാവും. നമ്മുടെ ഈ ഒരു മുതലമട റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് 1898 കേട്ടോ. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ആകെ 2 പ്ലാറ്റ്ഫോമാണ് വരുന്നത്. അതും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മരങ്ങൾ തന്നെയാണ്. അപ്പോൾ 2015 നമ്മുടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മരങ്ങൾ മുറിച്ച് മാറ്റാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ജനങ്ങളും നാട്ടുകാരും അതുപോലെ തന്നെ കുറച്ച് സാമൂഹിക പ്രവർത്തകരൊക്കെ എതിരായിട്ട് അത് കാരണം കൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു മരങ്ങളൊക്കെ ഇതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻലി നമ്മുടെ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലാണ് ഈ ഒരു മുതലമട സ്റ്റേഷൻ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വേറൊരു റെയിൽവേ സ്റ്റേഷനെ കൂടെ വീഡിയോ ഇട്ടുണ്ട് കേട്ടോ. നമ്മുടെ തെന്മല, നമ്മുടെ ഒരു കൊല്ലം ആ ഒരു ഏരിയയിലുള്ള തെന്മലയുടെ വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. അതും എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു സ്റ്റേഷനും കൂടെയാണ്. അത് ഒരു മലനിരകളുടെ ഇടയിൽ കൂടെ ഉള്ളൊരു സ്റ്റേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ മരങ്ങളായിട്ടുള്ള സ്റ്റേഷൻസ് കേരളത്തിൽ വേറെ എവിടെയും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലൊക്കേഷനിൽ ഒരുപാട് മലയാളം തമിഴ്സ് മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ വെട്ടം, ഹൃദയം, മേഘം, ഒരു യാത്രാമൊഴി, അങ്ങനെ ഒരുപാട് മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാ ട്രെയിനൊന്നും നിർത്തത്തൊന്നുമില്ല. ഒരു 2 ട്രെയിനൊക്കെയാണ് ഇവിടെ ആകെ നിർത്തുന്നത്, രാവിലെയും അതുപോലെ വൈകിട്ടെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ പട്ടിക്കുട്ടനും ഇവിടെ കണ്ട് അവനും ഒന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയി.
ഇനി നമ്മൾ പോകുന്നത് ഓൺ ദ വേ ടു നമ്മുടെ മീങ്കര ഡാമിലേക്കാണ് കേട്ടോ. മീങ്കര ഡാമിലേക്ക് പോണ വഴിയിലായിട്ട് ഇതുപോലെ കുറേ മണലിൻ്റെ കുന്നുകൾ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. ഫുള്ള് മണലെടുത്തിട്ട് എൻ്റെ പൊന്നോ, ഇത്രയും അധികം മണൽ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഒരുമാതിരി മരുഭൂമി വന്നൊരു ഫീലായിരുന്നു കേട്ടോ. കാരണം കംപ്ലീറ്റ് ഓൺ ദ വേ കംപ്ലീറ്റ് മണൽ എന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ അമ്മാതിരി മണലായിരുന്നു. അങ്ങനെ നമ്മളിതാ നമ്മുടെ മീങ്കര ഡാമിൻ്റെ പോർഷനിലെത്തി. നമ്മളങ്ങനെ നെക്സ്റ്റ്ലി എത്തിക്കുന്നത് നമ്മുടെ മീങ്കര ഡാമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ്ലി ഒരു ടോപ്പ് പോർഷനിൽ എത്തിക്കണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കണ്ടില്ലേ, ഇതാ ടോപ്പ് പോർഷനിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് വേറെ റൂട്ടിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടോപ്പ് പോർഷനിൽ നിന്ന് ഈ ഒരു ഡാമിൻ്റെ ഷട്ടർ പോർഷനിലേക്കാണ് കയറി വരുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ മീങ്കര ഡാം എന്ന് പറയുന്നത് ഗായത്രി പുഴയുടെ ജലസേചന പദ്ധതിയാണ്. അതുപോലെ തന്നെ 1964 ഇത് കംപ്ലീറ്റ് ആയത്. ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതാ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒരുപാട് മണലെടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരു ഡാമിൽ നിന്ന് ഒരുപാട് ഏരിയസിലായിട്ട് മണലെടുക്കണ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പാലക്കാട് നമ്മുടെ കൊല്ലങ്കോട് അല്ലെങ്കിൽ കുഴിയമ്പാറ റൂട്ടിലാണ് ഈ ഒരു ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു റൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഡാമിൻ്റെ പോർഷൻസ്. അപ്പോൾ നമ്മൾ കറണ്ട്ലി മീങ്കര ഡാമിലാണ് കേട്ടോ ഉള്ളത്. മീങ്കര ഡാമിൽ നല്ല വെയിലുണ്ട് ഈ സമയത്ത്. പിന്നെ ഇവിടെ ഫുള്ള് മണലെടുക്കലാണ്. മണലെടുത്ത് അതിൻ്റെ എന്താ പറയുക വലിയ മറ്റേ മരുഭൂമിയിൽ ഉള്ളൊരവസ്ഥയാണ്. കുന്ന് കുറേ മലകളൊക്കെ നമുക്ക് കാണാം. മണൽ മലകൾ കേട്ടോ ഒരുപാടുണ്ട്. വരുന്ന വഴിക്കും ഇപ്പോൾ ആ ഒരു പോർഷനിലായിട്ടും അവിടെ ഇങ്ങനെ മണലെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചുള്ളിയാർ ഡാം, മീങ്കര ഡാം ഇതൊക്കെ നമ്മുടെ മുതലമട പഞ്ചായത്തിലാണ് വരുന്നത്. ബട്ട് സ്റ്റിൽ ഇവിടെ ഇത്ര അധികം ഡാം ഉണ്ടായിട്ടും ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും ജലക്ഷാമമുള്ളൊരു പഞ്ചായത്ത് എന്ന് പറയാനുള്ളത്. കാരണം ഫുൾ ഏരിയയിൽ ഫുൾ പാറയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുള്ളിയാർ ഡാമൊക്കെ പോലെ ഭയങ്കര വലിയ ഗാർഡനോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു സിമ്പിൾ ഡാം. ചുള്ളിയാർ ഡാമിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡാം ഞാൻ ഹൈലി അങ്ങനെ വരാൻ വേണ്ടി സജസ്റ്റ് ഒന്നും ചെയ്യണില്ല. കാരണം നോർമലാണ്, അങ്ങനെ വന്ന് കാണാനായിട്ട് ഉള്ള ഒരു ഇതൊന്നുമില്ല. അവിടെ അറ്റത്തൊരു വാട്ടർഫോൾസ് കണ്ടു കേട്ടോ. അതാണ് ഞാനിപ്പോൾ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പറയാൻ മെയിൻലി ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കുന്നത് കൃഷി പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, വടക്കഞ്ചേരി ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള കൃഷി പർപ്പസിനാണ് ഇവിടുത്തെ വെള്ളം മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സാധാ മലമ്പുഴ ഡാം പോലൊന്നും കാണാനായിട്ടില്ല. ഇപ്പം ഞാൻ വീഡിയോയിൽ എന്ത് കാണിച്ചു അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് വെങ്കലക്കയം കമ്പാലത്തറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് നമ്മുടെ അടുത്ത എപ്പിസോഡിലാണ്, അടുത്ത വീഡിയോയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പേഡീസ്.